സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓഫീസിൽ ഷൂട്ടുള്ള ദിവസമാണ്. നമ്മളപ്പോൾ ഒരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഷൂട്ടുണ്ട്. ഇന്ന് ഞാനും പോകുന്നുണ്ട്. ഞാൻ ഷൂട്ടിന് പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യൂർ അവിടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ക്രൂ മെമ്പേഴ്സുമായിട്ട് നമ്മൾ പോകും. അപ്പം പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള ഒരു ദിവസം കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. രാവിലെ തന്നെ ഇപ്പോൾ 35 ഡിഗ്രിയാണ് ഗൈസ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ 35 ആണെങ്കിലും 35ൻ്റെ ചൂടൊന്നും അല്ല. വണ്ടിയിൽ 37 കാണിക്കുന്നത്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ കൈയൊക്കെ പൊള്ളുന്നു, അങ്ങനെ ചൂട്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരെന്തൊരു പാടായിരിക്കും. ഞാനങ്ങനെ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച് പോകാറില്ല ഓഫീസിൽ. ഞാൻ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഭയങ്കര ഹറിബറി ആയതുകൊണ്ട്, ഷൂട്ടുള്ളത് കൊണ്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടാട്ടോ പോയത്. പിന്നെ ഓഫീസിൽ ചെന്നിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോഡൽ കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിളിച്ച് സാറിനെ ഇൻഫോം ചെയ്തു പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടും. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഓഫീസിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. പിന്നെ അങ്ങോട്ട് ട്രോളുന്നു, ഇങ്ങോട്ട് ട്രോളുന്നു, അവന്മാരൊന്ന് പറയുന്നു, ഞാൻ 2 പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ. അവിടെ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ എന്തായാലും. അപ്പോൾ പോകാനുള്ള സമയമായി. എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയും കൂടെ സഹകരിച്ചാൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അടുത്തിരിക്കുന്ന വ്യക്തി സഹകരിച്ചു. ഞങ്ങളിത് ഇറങ്ങുകയാണ് കേട്ടോ. ഗൗതം പോവാ, മിസ് ചെയ്യോടാ, തിരിയടാ. എടാ കേപ്പി, മാങ്കോ ക്യാമറ പേഴ്സൺ. ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഗൈസ് ഓഫീസിൽ. ലിയാക്കത്ത് എപ്പോഴും എന്നെപ്പറ്റി പറയുന്നൊരു കാര്യം എന്താ അറിയോ, കൈയും കാലം വെച്ച് ഞാൻ അടങ്ങിയിരിക്കത്തില്ലെന്ന്. ലിയാക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ മുമ്പേ നടന്നു പോകുന്ന വ്യക്തിയാണ് ഗൈസ് ലിയാക്കത്ത്, മിസ്റ്റർ ലിയാക്കത്ത്. ചൂണ്ടിക്കാണിക്കുകയാണ്, അതാണ് ഞങ്ങളുടെ ഓഫീസ് എന്ന്. എനിവേയ്സ്, പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ഈ ജീലിങ്സിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറേ റിയലൈസേഷൻസ് ഉണ്ടായത്. കാര്യം നമ്മൾ കാണുന്ന ഓരോ വീഡിയോസിന് മുമ്പിലുള്ള പ്രയത്നം ഭയങ്കര വലുതാണെന്ന് വെച്ചാൽ, ആ പ്രോസസ്സ് ഭയങ്കര. നമ്മളൊരു വീഡിയോ കാണുമ്പോഴത്തേക്കിന് നമുക്ക് എത്ര സിമ്പിളായിട്ട് തോന്നില്ല, പക്ഷേ ആ വീഡിയോയ്ക്ക് മുന്നിലുണ്ടാകുന്ന ഓരോ പ്രോസസ്സ്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര വലുതാണ്. അയ്യോ, ഭയങ്കര ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്തിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ ചിലപ്പോൾ 30 സെക്കൻഡ് 60 സെക്കൻഡിലൊക്കെ കാണുന്ന വീഡിയോസ്. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിന് ഏകദേശം ഒരു 11:30 ആയെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. എത്തി ഗൈസ്, നമ്മളുടെ ഓപ്പോസിറ്റ് ആ ചിക്കിങ് ഉള്ളത്. ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞല്ലേ, ഫൈൻ. അപ്പം നമ്മളെത്തി. ഭയങ്കര ചൂട്. നമ്മുടെ ബാക്കിൽ മോഡലിൻ്റെ അമ്മയും വരുന്നുണ്ട്. ഹായ്, നൈസ്. കാണിച്ചുതരാം. വാവ്, ഈ ബ്രാഞ്ചിലാണ് കേട്ടോ ഞങ്ങൾ ഷൂട്ടിന് വന്നിരിക്കുന്നത്. ഹലോ. കാണുന്ന പോലെ ഒന്നുമല്ല ഗൈസ്, ആ സാധനത്തിനൊക്കെ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു 11:30-12 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഏകദേശം ഒരു 6:30-6:45 ആയപ്പോഴാട്ടോ ഷൂട്ട് കഴിഞ്ഞത്. ഈ റീൽ നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? ഇത് ആണ് ട്രെൻഡിങ്ങിൽ ഇപ്പോൾ നിൽക്കുന്ന റീൽ. അതിൻ്റെ പിന്നാമ്പുറങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. എനിക്കിതൊക്കെ റോ ആയിട്ട് ഇടണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം, പുറയിലുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടിൽ അവർ മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിൽ. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വോയിസ് ഓവർ ചെയ്യുന്നത്. ഹായ് ലീ, ഹായ് ഹായ് ഹായ്
മത്സർ ഹായ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാവണം. സാധാ നോർമലി നമ്മൾ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഈ ടൈമിൽ അങ്ങനെ അധികം തിരക്കുണ്ടാവാറില്ല. പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇത്തിരി തിരക്ക് കൂടിയത് കൊണ്ടാണ് നമ്മളുടെ ഷൂട്ട് കുറച്ചുകൂടെ ലേറ്റായത് ഗൈസ്. ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഓൾമോസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം ക്വാളിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫോണിലാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല വൈകുന്നേരം ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും റാപ്പ് ചെയ്ത് പോയാൽ മതി എന്നുള്ളൊരവസ്ഥ. എൻ്റെ ദൈവമേ, അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വീഡിയോൻ്റെ ഷൂട്ടായിരുന്നു കേട്ടോ. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. Alicia. Good job, Alicia. Thank you. Love you so much. Love you too. Nice. Official photographer of mine. അവൾ തിരിഞ്ഞ് അടങ്ങും. No payment. നമ്മൾ റാപ്പ് ചെയ്തു ഗൈസ്. കണ്ടു? ഈവനിങ്സ് ആർ ബ്യൂട്ടിഫുൾ അല്ലേ? പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ റാപ്പ് ചെയ്തു. നമ്മൾ പോവുക കേട്ടോ. ഇനി വേറെ പരിപാടി ഒന്നും എന്നെ ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല ഗൈസ്. ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് വരുമ്പോഴത്തേക്കിനും അത് വന്ന് കുളമാക്കും എക്സ്പ്രഷൻസ് ഇട്ട്. അപ്പോൾ അണ്ടർ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ്. ബൈ.